ഡിയസ് വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. സോണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. വ്യക്തമായിട്ട് അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ പഠിക്കണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഒരു പാറ്റേൺ ആയിരിക്കും. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ എടുത്ത് ചെയ്തല്ലേ, അങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്തത്. പക്ഷെ കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം തൊട്ട് നിങ്ങൾക്ക് അറിയാം, പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാം കമ്പാരിറ്റീവ്ലി അങ്ങനെ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പോലും മെയിൻ എക്സാം ആകുമ്പോഴത്തേക്ക് എക്സ്ട്രീമലി അത് മാറി കംപ്ലീറ്റ് അങ്ങ് മാറ്റി അവര് പാറ്റേൺ. എനിക്ക് തോന്നുന്നു NCERT ബേസ് ചെയ്ത് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന്റെ ചോദ്യങ്ങൾ. ഈ വർഷവും പ്യൂർലി NCERT ബേസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ എക്സാം കഴിഞ്ഞ് വന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ മാർക്കിനെ വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല. അത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടായിരിക്കാം, ഫസ്റ്റ് വർഷം അത് നടപ്പാക്കിയത് കൊണ്ടായിരിക്കാം കമ്പാരിറ്റീവ്ലി ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു. പക്ഷെ ഈ വർഷം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നല്ലേ? പ്ലസ് വണ്ണിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിനും കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ വർഷം ഓണം എക്സാമിന് വേണ്ടി എങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് ആ ഒരു മാറിയ പാറ്റേൺ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് ആയിരിക്കും. കഴിഞ്ഞ വർഷവും കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കി. അത് ഒരുപാട് തിയറി എക്സ്പെക്ട് ചെയ്ത് പോയ കുട്ടികൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതും ന്യൂമറിക്കൽസ്, വെറും ന്യൂമറിക്കൽസ് അല്ല, NCERT-ലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ മാത്രം കാണാതെ പോയിട്ട് പഠിച്ച് ഇതേ ക്വസ്റ്റ്യൻ എക്സാം പേപ്പറിൽ വരും ആ ഒരു കാലം കഴിഞ്ഞാൽ. ഈവൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യാ, ഒരു ടൈപ്പ് അസേർഷൻ റീസൺ അല്ലെങ്കിൽ പോലും ആ ഒരു റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ മോഡൽ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ ഇവർക്ക് ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. NCERT-ൽ ഇപ്പൊ നോക്കിയാൽ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതിന് ഉത്തരം തന്നെ അതിലുണ്ടായിരിക്കും. ഇത്തവണ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് നിരവധി ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം കെമിസ്ട്രിയുടെ ഒക്കെ അതിന്റെ ഉള്ളിൽ ഇൻടെക്സ്റ്റ് എന്ന് പറഞ്ഞ നിരവധി ചോദ്യങ്ങൾ. കമ്പാരിറ്റീവ്ലി ഈസി അല്ല കേട്ടോ ക്വസ്റ്റ്യൻസ്, അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. CBSE ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ഇൻടെക്സ് ക്വസ്റ്റ്യൻ. അതൊക്കെ നീറ്റിനൊക്കെ വരെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാ കോമ്പറ്റീറ്റീവ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അതേപോലെ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മാത്സിന് കഴിഞ്ഞ വർഷവും വന്നിരുന്നു. ഈ വർഷവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെ. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഓണം എക്സാമിന് ഇതേ സാധനം എക്സ്പെക്ട് ചെയ്യാം. ഇത് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ എക്സാമ്പിൾ 2.10 ആണ്. അതിന്റെ സൊല്യൂഷനും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മക്കൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, ആ ഒരു എക്സാമ്പിൾ മാത്രം മാറ്റി ചോദ്യം അതേപോലെ. ഫാരഡേസ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് തന്നെ. ഈ ഒരു കൊടുത്ത ഇലക്ട്രോലൈറ്റ് മാത്രം അങ്ങ് മാറ്റി കളഞ്ഞു. ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ചോദിച്ചു. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു പാറ്റേൺ അവർക്ക് അറിയണം. ഇതിൽ എന്തെങ്കിലും ചെറിയ വാല്യൂസ് ഒക്കെ മാറ്റം ഉണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും അല്ലേ? സൊല്യൂഷനിൽ നിന്നൊക്കെ ന്യൂമറിക്കലിന്റെ നമ്പർ പോലും മാറാതെ വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ഒരു വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ. ഇത് ഇതേപടി നിങ്ങളോട് ചോദിക്കും. അതേപോലെ ഇത് കൈനറ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ വളരെ ചെറിയൊരു വ്യത്യാസം, അതായത് എക്സാമ്പിൾ വരെ സെയിം ആണ്, അതിന്റെ നമ്പറിൽ ഒരു വാല്യൂയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഏകദേശം അവിടെയും ടെക്സ്റ്റ് ബുക്കിലും 1.24 × 10⁻², ക്വസ്റ്റ്യൻ പേപ്പറിലും 1.24 × 10⁻². ഇതിന്റെ പ്രോബ്ലം ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച ഒരു കുട്ടിക്ക് ഒരിക്കലും ഇത് തെറ്റിപ്പോല, അതല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ചെയ്ത ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടിക്ക് ചെറിയൊരു ടെമ്പറേച്ചറിലും ഇവിടെ 300 കെൽവിനും ഇവിടെ 318 കെൽവിനും ടൈം വരെ സെയിം ആണ്. വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വാല്യൂ മാറ്റിയിട്ട് കൊടുക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്, വാല്യൂ മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ് ടോപ്പിക്സ്. നിങ്ങളുടെ NCERT-ൽ ഇതേപോലെ നിങ്ങൾ കാണാം ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സാൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഇങ്ങനെ കാണുന്ന എല്ലാ സബ് ടോപ്പിക്സും വായിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഒരു കുട്ടി നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ ക്വസ്റ്റ്യൻ അയച്ച് ചോദിക്കുന്ന പ്രത്യേകതല്ലേ? നമ്മൾ കോർഡിനേഷൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒന്നും ഇങ്ങനെ ഒരു ചോദ്യം അവർക്ക് കാണാൻ പറ്റത്തില്ല. ഇൻട്രൊഡക്ഷൻ പാർട്ടില് വെറുതെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അത് പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാനേ പറ്റില്ല. കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ +2കാരോട് അത് ചോദിച്ചു. കോർഡിനേഷൻ പൊതുവെ ഈസി ആയിരുന്നു ചാപ്റ്റർ, പക്ഷെ എന്ത് ചെയ്യാ എക്സാമിലേക്ക് വന്നപ്പോൾ ഭയങ്കര ടഫായി മാറി. അതിൽ അങ്ങനെ ഉള്ളിലുള്ള പെനിട്രേറ്റ് ചെയ്തുള്ള കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് നീറ്റ് ലെവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പബ്ലിക് എക്സാമിന് ചോദിച്ചത്. കോർഡിനേഷൻ കഴിഞ്ഞ തവണ നല്ല ടഫായിരുന്നു. അപ്പൊ ഇത്തവണയും NCERT അരിച്ചു പെറുക്കി ലൈൻ ബൈ ലൈൻ എക്സാമിന് നിങ്ങൾ എന്തായിട്ട് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്ട് ചെയ്യണം. NCERT-ലെ
ക്വസ്റ്റ്യൻ മക്കൾ എക്സ്പെക്ട് ചെയ്യണം. അത് ഞങ്ങൾ അതിനു വേണ്ടി മാത്രമാണ് ഈ 3 എക്സാമ്പിൾ നിങ്ങൾ എടുത്ത് കാണിച്ചത്. ക്ലിയർ അല്ലേ? ഇത് നോക്കുക, ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് കാണാം. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുക. അപ്പൊ എല്ലാ സബ് ടോപ്പിക്സും വായിച്ച് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. നേരത്തെയൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിച്ചാൽ ഒരു നല്ല സ്കോറിലേക്ക് നമുക്ക് എത്താറുന്നു. പക്ഷെ ഇനി മുതൽ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിച്ചാൽ 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിരിക്കും. പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നന്നായി ശ്രമിച്ച് പഠിക്കുക. അതേപോലെ നോക്കുകയാണെങ്കിൽ +2 ഓരോ വർഷത്തെയും വിജയ ശതമാനമാണിത്. ഓരോ വർഷവും നിങ്ങൾക്കറിയാം അത് കുറഞ്ഞു വരുവാണ്. 22-ൽ 87 ആണെങ്കിൽ 23-ൽ 82 ആയി, 24-ൽ 78 ആയി. ഇത്തവണ നമ്മൾ കട്ടക്ക് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനേക്കാൾ ഒരു പെർസെന്റേജിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കണം, പെർസെന്റേജിൽ ചെറിയൊരു ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ A+കാരുടെ എണ്ണത്തിൽ 10,000 വരെ A+കാരുടെ എണ്ണം കുറയാണ്. അപ്പൊ A+ന്റെ എണ്ണമൊക്കെ വലിയ രീതിയിൽ കുറയുന്നുണ്ട്. എക്സാം ടഫ് ആകുന്നുണ്ട് നമ്മൾ ഓർമ്മിക്കുക അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റ് ചെയ്ത് പഠിക്കുക. ലൈവും കോണ്ടന്റും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. എത്ര എക്സാം ടഫ് ആയാലും നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാവുന്നതാണ്. എന്ത് ഡൗട്ടും നിങ്ങൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്തു തരും. ഓക്കെ, അപ്പൊ ബൈ.